നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും 20 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കർണാടകയിൽ കോൺഗ്രസ് ശക്തമായ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. ജനകീയരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് കർണാടകയെ വിവിധ മേഖലകളാക്കി തിരിച്ച് കർണാടകയിലെ മുതിർന്ന നേതാക്കൾക്കും MLA-മാരെയും മന്ത്രിമാരെയും MLC-മാരെയും മറ്റു പ്രമുഖ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊരുങ്ങുകയാണ് കർണാടകയിൽ കോൺഗ്രസ്. DK ശിവകുമാറും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തോളോട് തോൾ ചേർന്ന് കന്നഡ മണ്ണിൽ മറ്റൊരംഗത്തിനിറങ്ങുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രചാരണ പരിപാടികളാണ് കർണാടകയിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണയാണ് DK ശിവകുമാർ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കർണാടക മന്ത്രിസഭയിലെ മന്ത്രിമാരും MLA-മാരും MLC-മാരും അടങ്ങുന്ന എല്ലാ മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്തി വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടപ്പാക്കിയതിൽ വലിയ സ്വീകാര്യതയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് ജനങ്ങൾക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ടും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിക്കൊണ്ടും കർണാടക ദേശീയ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് DK ശിവകുമാറും സിദ്ധരാമയ്യയും ശ്രമിക്കുന്നത്. കർണാടകയിലുടനീളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്.